ആദ്യം ഞാൻ എൻ്റെ മാതാവിനും തിരുകുമാറിനും 1000 നന്ദി പറയുന്നു. ഞാൻ ഫസ്റ്റ് ആഫ്രിക്കയിലായിരുന്നു. എൻ്റെ പേര് സെബാസ്റ്റ്യൻ തോമസ്, കൊല്ലം ഇരവിപുരം. ശിവ എന്നൊരു കമ്പനിയിൽ ആഫ്രിക്കയിലായിരുന്നപ്പോൾ അത് ആൽക്കഹോൾ കമ്പനിയായിരുന്നു. അത് കാരണം ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത്, അന്നേരം എൻ്റെ ചേച്ചി ഇതാണക്ക് എനിക്ക് വാട്സപ്പ് വഴി അമ്മേനെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ഇത് വചനങ്ങൾ അയച്ചു തന്നു തുടങ്ങി അമ്മയുടെ. അതിനുശേഷം ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്ത് കഴിഞ്ഞ ശേഷം തിരിച്ച് നാട്ടിൽ വരികയും അത് കഴിഞ്ഞ് ഞാൻ ചെന്നൈയിലെ ഒരു കമ്പനിയിൽ കയറി. അവിടെയും ശമ്പളം കുറവായിരുന്നു. അവിടെ നിന്ന് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് 4/10/2025 5-8 പത്രവും കൊണ്ട് ഞാൻ ചെന്നൈക്ക് വണ്ടി കയറി. പലയിടത്തും കൊടുത്ത് പല പള്ളിയിലും കയറി. അവിടെ എന്നിട്ട് രക്ഷയില്ല. ചൂടും കാരണം ശമ്പളം വളരെ കുറവ് കാരണത്താൽ എനിക്ക് അത് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞപ്പോൾ കേരളത്തിൽ ഞാൻ പിന്നെയും ട്രൈ ചെയ്തു. കേരളത്തിൽ ട്രൈ ചെയ്തപ്പോൾ 45,000 ശമ്പളത്തിൽ എന്നെ വെൽറായിട്ട് ഒരു കമ്പനി എടുത്തു. ഞാൻ അവിടെ നിന്ന് ആ ജോലിയോടെ ഒരു 6 മാസം എന്ന് പറയാം USA പിന്നെയും ഞാൻ ട്രൈ ചെയ്തു. എനിക്ക് ഏപ്രിൽ 20 എനിക്ക് വിസ വന്നു. ഇവിടെ വന്ന് കാശിരവും നേർച്ച വസ്തുക്കളും ഇതെല്ലാം കൊണ്ടുപോകാൻ എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടി മാത്രമേ എനിക്ക് പറ്റിയിട്ടില്ല. അവിടെ ഉറങ്ങുന്നത് തന്നെ 12 മണിയാണ്. കാര്യം അങ്ങനത്തെ ഒരു ഗ്യാങ്ങായിപ്പോയി. എങ്കിലും 4 മണിക്ക് എഴുന്നേറ്റ് ഞാൻ പ്രദക്ഷിണ പ്രാർത്ഥന ഞാൻ കണ്ടിന്യൂ ചെയ്തു. ആ പ്രാർത്ഥനയിൽ എനിക്ക് എൻ്റെ മാതാവ് തന്നത് ഏപ്രിൽ 20 എനിക്ക് വിസ വന്നു. 27 ടിക്കറ്റും വിസയും വന്നു. USA 20 ഞാൻ പോന്നു. ഇതിൻ്റെ സാഹചര്യം ഉണ്ടായത് എറണാകുളത്ത് ഒരു 15 പേരുണ്ടായിരുന്നു. അതിൽ എൻ്റെ പേരും കൂടെ കൊടുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് ആദ്യം ഞാൻ റിഗിലേക്ക് കൊടുത്തിരുന്നു. അപ്പോൾ കാശ്മീരിലെ യുദ്ധത്തിൽ അത് സ്റ്റോപ്പായി. അത് കഴിഞ്ഞിരുന്ന് പിന്നെ ഞാൻ ട്രൈ ചെയ്തു USA തന്നെ. പിന്നെയും മാതാവിനെ കൈവിട്ടില്ല, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കാലത്ത് പ്രദക്ഷിണ പ്രാർത്ഥന അതൊരു ശക്തിയുള്ള പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ എന്നും ഞാൻ പങ്കെടുക്കാറുണ്ടായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തി നമ്മൾ കണ്ണിൽ കാണുന്ന മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അത് നമ്മൾ തേടി വരില്ല. നമ്മൾ അങ്ങോട്ട് പോയാലും ശരി, നമ്മളെ കണ്ണു മുമ്പിൽ കാണുന്ന മാത്രമേ ഞാൻ ചെയ്യാറുള്ളൂ. അത് ഞാൻ ചെയ്യുന്നുമുണ്ട്. പൈസ ആയാലും ശരി, ആഹാരം മേടിച്ചു കൊടുത്താലും ശരി, അത് മാതാവായിട്ട് നമ്മൾ കാണിച്ചു തരും. ഇതിൽ വേറെ വാക്കുകളില്ല ഇനി പറയാൻ. 1000 നന്ദി ഞാൻ പറയുന്നു. അമ്മ മാതാവിനും യേശുപ്പച്ചനും 1000 നന്ദി. ഞാൻ 2023 മെയ് മാസത്തിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. ഇതെൻ്റെ 3ാമത്തെ സാക്ഷിയാണ്. ഞാൻ കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ സെപ്റ്റംബർ മാസത്തിൽ എൻ്റെ കാലിലൊരു വേദന പോലെ വന്നിരുന്നു. ഞാനത് നല്ല വേദനയായിരുന്നു. കാല് നിലത്ത് ചവിട്ടാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടേ കാണിച്ച് അവർ പഴുക്കാൻ മരുന്ന് വെച്ചു. എന്നിട്ടും കാലിന് തീരെ വേദനയ്ക്കൊരു കുറവുമില്ല. ഞാനങ്ങനെ 2-3 ദിവസം അത് കൊണ്ടു നടന്നിട്ട് അവസാനം ഞാനതെടുത്ത് മാറ്റിയിട്ട് തൈലവും കൂടെ വെച്ച് കെട്ടിക്കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ വേദനയ്ക്ക് നല്ല ആശ്വാസമുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വീണ്ടും അത് തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം കൂടുകയുണ്ടായി. അച്ഛൻ്റെ ധ്യാനം കൂടിക്കൊണ്ടിരുന്നപ്പോൾ കൂടുന്നതിന് മുൻപായിട്ട് അപ്പോൾ ഓഗസ്റ്റ് മാസം എത്താറായപ്പോഴത്തേക്ക് ഞാൻ അമ്മയോട് പറയുകയുണ്ടായിരുന്നു, എനിക്ക് ഓഗസ്റ്റ് മാസത്തിൽ അമ്മയുടെ അഖണ്ഡ ജപമാല റാലിക്ക് പോകാനുള്ളതാണ്. അപ്പോൾ കാലൊട്ടും നിലത്ത് ചവിട്ടാൻ പാടില്ല. അതുകൊണ്ട് എനിക്ക് ഈ വേദന കംപ്ലീറ്റ് എൻ്റെ അമ്മ തന്നെ എനിക്കിത് മാറ്റിത്തരണം എന്ന് ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ജോസഫ് അച്ഛൻ്റെ ചൊവ്വാഴ്ചത്തെ ധ്യാനം ഞാനൊരു ധ്യാനവും മുടങ്ങാറില്ല. എല്ലാ ധ്യാനവും ഞാൻ കൂടും. അങ്ങനെ ധ്യാനത്തിൽ അച്ഛൻ വിളിച്ച് പറയുകയുണ്ടായി, ഒരു മകളുടെ കാലിൻ്റെ അടിയിലുണ്ടായ ആ വേദന കർത്താവ് സുഖപ്പെടുത്തുന്നെന്ന്. അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കാലിലുണ്ടായിരുന്ന വേദന എവിടെ പോയെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഞാൻ അഖണ്ഡ ജപമാല റാലിക്ക് നല്ലതുപോലെ നടന്നു. പിന്നെ ഞാൻ നിത്യം കുർബാനയ്ക്ക് പോകും. ഒരു കുർബാന പോലും ഞാൻ മുടക്കാറില്ല. ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ കൊമ്പസാരിക്കും. പിന്നെ എൻ്റെ ബൈബിൾ വായന എന്ന് പറയുന്നത് ആദ്യത്തെ അരമണിക്കൂർ പുതിയ നിയമവും അടുത്ത അരമണിക്കൂറുള്ളത് പഴയ നിയമവും. അങ്ങനെ ഒരു ദിവസം ഞാൻ 1 മണിക്കൂറാണ് എൻ്റെ ബൈബിൾ വായന. പിന്നെ ഞാൻ എല്ലാ മാസവും ഞാനിവിടെ ഈ
അമ്മയുടെ ഈ അൾത്താരയിൽ ഞാനിവിടെ ഇവിടെ വരുമായിരുന്നു. വന്നു കഴിഞ്ഞിരുന്നാൽ ഞാൻ 5 കെട്ട് പത്രം ഞാൻ വാങ്ങിക്കും. ഈ 5 കെട്ട് പത്രവും ഞാൻ എല്ലാ സ്ഥലങ്ങളിലും ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും. പിന്നെ ഭവനങ്ങൾ തോറും കിടപ്പ് രോഗികളെ സന്ദർശനത്തിനായിട്ട് ഞാൻ പോകും. പിന്നെ അനാഥാലയങ്ങൾ സന്ദർശിക്കാറുണ്ട്. എന്നാൽ കഴിവുള്ള വിധത്തിലെല്ലാം അവരെ ഞാൻ സഹായിക്കും. 2-3 ഭവനങ്ങളിൽ ഞാൻ പോയപ്പോൾ ഒരു കുട്ടി ഇതേപോലെ തളർന്ന് യൂറിൻ പോലും എടുക്കാൻ പറ്റാണ്ട് ട്യൂബിട്ട് കിടക്കുകയായിരുന്നു. കാലും തളർന്ന് കൈയും തളർന്ന് അവൻ്റെ പെടൽ വരെ ഒടിയുന്ന വിധത്തിലാണ് കിടന്നിരുന്നത്. അങ്ങനെ ഞാനവിടെ മുട്ടുമേ നിന്നുകൊണ്ട് അവന് വേണ്ടി പ്രാർത്ഥിച്ച് അവൻ ആ പത്രമൊക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു, മോൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കണം, അമ്മ നിനക്ക് സൗഖ്യം തരും. നിനക്ക് അമ്മ സൗഖ്യം തന്നു കഴിഞ്ഞിരുന്നാൽ നീ ആദ്യമായി നീ അമ്മയുടെ സന്നിധിയിൽ വരണമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. അവൻ അതുപോലെ ചെയ്തു. ഞാൻ 1 മാസം കഴിഞ്ഞിരുന്ന് ആ വഴി ഞാൻ പാസ് ചെയ്ത് പോയപ്പോൾ അവൻ ആ കട്ടിലിൽ എഴുന്നേറ്റിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. എനിക്ക് ഒത്തിരി സന്തോഷമായി. അത് കഴിഞ്ഞിരുന്ന് അവൻ പറഞ്ഞു, ചേച്ചി എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ ചെന്ന് തൈലം കൊണ്ടുപോയിക്കൊണ്ട് അവൻ്റെ ആ നടക്കാൻ കാല് തളർന്നിരിക്കുന്ന ആ സ്ഥലങ്ങളിലെല്ലാം തൈലം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. പിറ്റേ മാസം ഞാൻ ചെന്നപ്പോൾ അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ ബാത്റൂം വരെ പോയെന്ന് അവൻ്റെ വീട്ടുകാരെ എന്നെ വിളിച്ച് പറഞ്ഞു. എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. അവന് ഒരിച്ചിരി കൂടെ ഒന്ന് പാകമായി വരുമ്പോഴത്തേക്ക് ഇവിടെ വന്ന് സാക്ഷ്യങ്ങൾ പറയാമെന്ന് എന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇതുവരെ ചെയ്തിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാ യേശുപ്പച്ചനും 1000 നന്ദി. ഇത് എൻ്റെ ബ്രദറാണ്. സൗത്ത് ആഫ്രിക്കയിലായിരുന്നു ഇവൻ ആദ്യം ജോലി ചെയ്തിരുന്നത്. അവിടെ നിന്ന് ഞാനിതെനിക്ക് സാക്ഷ്യങ്ങളിട്ട് കൊടുത്തിരുന്നപ്പോൾ അവനത് കേട്ടിട്ട് അവന് ഉടമ്പടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ചെറിയ ഒരു ഇഷ്യൂ അവിടെ ഉണ്ടായതിൻ്റെ പേരിൽ അവൻ അവിടെ നിന്ന് പോരേ ചെയ്തത്. ഇവിടെ വന്നു കഴിഞ്ഞവൻ ഉടമ്പടി എടുത്ത് കഴിഞ്ഞിരുന്നിട്ട് 2 മാസമായിട്ടും അവിടെ നിന്ന് തിരിച്ച് വിളിച്ചില്ല. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് അവന് ചെന്നൈയിലെ ഒരു കമ്പനിയിൽ ജോലി കിട്ടി. ആ കമ്പനിയിൽ ചെന്നപ്പോൾ അവിടെ 30,000 രൂപ സാലറി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 30,000 രൂപ സാലറിക്ക് 3 മാസം വരെ അവൻ നിന്ന് ജോലി ചെയ്തപ്പോൾ അവനത് പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ അവൻ അമ്മയോട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, അമ്മേ ഈ ശമ്പളം കൊണ്ട് എനിക്ക് പറ്റത്തില്ല, എനിക്ക് ഇച്ചിരി കൂടെ മെച്ചപ്പെട്ടൊരു ശമ്പളം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവന് ഓച്ചിറയിലൊരു കമ്പനിയിൽ ജോലി കൊടുത്തു. അവിടെ 45,000 രൂപ സാലറി ഉണ്ടായിരുന്നു. അങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു അവൻ വേറൊരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്തത്. ആ പുറത്തോട്ടൊരു കമ്പനിയിലേക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ ആ കമ്പനിയിൽ നിന്ന് ഇതണക്ക് അവനെ വിളിച്ചിരുന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു കാശ്മീർ യുദ്ധം നടക്കുന്നത്. ആ യുദ്ധം നടക്കുന്നതിൻ്റെ ഇടയിൽ ഇവരുടെ കാര്യങ്ങളൊന്നും നടന്നില്ല. അവർ അതൊക്കെ അവിടെ നിർത്തിവെച്ചു. അത് കഴിഞ്ഞിരുന്ന് അവൻ വീണ്ടും ഈ കമ്പനി തന്നെ തുടർന്നു. 6 മാസക്കാലം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ UK ഒരു കമ്പനിയിൽ ഒരു ഏജൻസിക്ക് കൊടുത്തപ്പോൾ അവരവിടെ ഇവനെ വിളിച്ചു. അവിടുത്തെ ഇൻ്റർവ്യൂ എല്ലാം പാസ്സായി. അതെല്ലാം കഴിഞ്ഞ് തീർന്ന് അവർ ഓക്കെ പറഞ്ഞു. അങ്ങനെ പൈസ ഇത്ര 5 ലക്ഷം രൂപ ആകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവൻ്റെ കൈവശം 3 ലക്ഷം രൂപ ഉണ്ടായിരുന്നുള്ളൂ. അവൻ ജോലി ചെയ്ത ശമ്പളം തന്നെ നേരത്തെ ഒരിടത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു ചിട്ടി വെച്ച്. ആ ചിട്ടി നികന്നു വന്നപ്പോൾ ആ സാലറി അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. പിന്നെ ബാക്കിയും കൂടി 2 ലക്ഷം രൂപ ഞാൻ കൊടുത്ത് അവനെ സഹായിച്ചു. അങ്ങനെ അവിടുത്തെ എല്ലാ കാര്യങ്ങളും ശരിയായി 1 മാസമായിട്ടും ടിക്കറ്റും വിസയും കയ്യിൽ കിട്ടുന്നില്ല. ചോദിച്ചു പറഞ്ഞു വന്നപ്പോഴത്തേക്കാണ് അറിയുന്നത് കാശ്മീരല്ല, ഇറാനും ഇസ്രയേലും തമ്മിലുള്ള യുദ്ധം നടക്കുന്നു. അങ്ങനെ അത് കാരണത്താൽ 1 മാസം വീണ്ടും പുറകിലോട്ട് പോയി. അങ്ങനെ വീണ്ടും ഇരുന്ന് പ്രാർത്ഥിച്ച് എപ്പോഴും ഇവൻ ഒരു വചനം ഉരുവിടുമായിരുന്നു, ഈശോയെ എൻ്റെ ദുഃഖമകറ്റി എനിക്ക് സന്തോഷമാക്കി തരണമേ എന്ന്. അവൻ ജോലി ചെയ്യുന്ന ഓരോ സമയങ്ങളിലും ഈ വചനമായിരുന്നു അവൻ ഉരുവിട്ടുകൊണ്ടിരുന്നിരുന്നത്. അങ്ങനെ പ്രാർത്ഥിച്ചിരിക്കെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കാണ് യുദ്ധങ്ങളെല്ലാം ഒരുവിധം അവസാനിച്ച് കഴിഞ്ഞിരുന്നപ്പോഴത്തേക്ക് കഴിഞ്ഞ മാസം ആയപ്പോഴത്തേക്ക് വിസയും ടിക്കറ്റും എല്ലാം റെഡിയായി. കഴിഞ്ഞിരുന്നപ്പോഴത്തേക്ക് അവർ വീണ്ടും പറയുക ടിക്കറ്റിന് കുറച്ചുകൂടി പൈസ വേണമെന്ന്. വീണ്ടും പൈസ കൊടുത്തു. അങ്ങനെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിലാണ് ടിക്കറ്റും വിസയും എല്ലാം കയ്യിൽ കിട്ടുന്നത്. അത് കിട്ടിക്കഴിഞ്ഞിരുന്നപ്പോഴത്തേക്ക് ഇവൻ 4 ദിവസമായിട്ട് കിടപ്പിലായിരുന്നു. പനി പിടിച്ചിട്ട് അനങ്ങാൻ പാടില്ലായിരുന്നു. അപ്പോൾ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞിരുന്നു, എനിക്ക് ഇന്നേ ദിവസം ഇവിടെ വന്ന് സാക്ഷ്യം പറയണമെന്ന്. അപ്പോൾ ഇന്നലെ രാത്രി ആയപ്പോഴത്തേക്ക് വീണ്ടും വിളിച്ചിട്ട് പറയാണ്, ഇവന് നല്ല പനിയാണ്, ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന്. അപ്പം ഞാൻ വീട്ടിൽ കുടുംബ പ്രാർത്ഥന എത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അന്നേരം മാതാവിനോട് പറഞ്ഞു, മാതാവേ ഈ രാത്രിയിൽ പോകാൻ ഒരു നിർവാഹവുമില്ല. അവൻ താമസിക്കുന്നത് വേറൊരു വീട്ടിലും ഞാൻ താമസിക്കുന്നത് വേറൊരു വീട്ടിലുമാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിലുള്ള അകലം ഇച്ചിരി ദൂരമാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ എനിക്ക് പറ്റത്തില്ല, എൻ്റെ കുടുംബ പ്രാർത്ഥനയും മുടങ്ങും. അമ്മ മാതാവ് ഉണ്ടല്ലോ, അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലല്ലേ അവനിരിക്കുന്നത്, അമ്മ മാതാവിനെ നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇവനെ വിളിച്ചിട്ട് പറഞ്ഞു,
അവനൊരു കാര്യം ചെയ്യും, ഇച്ചിരി കഞ്ഞി വെച്ചിട്ട് കഞ്ഞിയിൽ അമ്മയുടെ ഉപ്പ് സ്വല്പം ഇട്ടിട്ട് ഇച്ചിരി നല്ലപോലെ കൊടുത്തിട്ട് കിടത്താൻ പറഞ്ഞു. എന്ത് തന്നെയായിരുന്നു, രാവിലെ തന്നെയാണ്. ഞാൻ അമ്മ മാതാവിനൊരു സമയം കൊടുത്ത്, ഇന്ന് രാത്രി 10 മണിക്കകത്ത് വെച്ച് എനിക്കിതിനകത്ത് എന്തെങ്കിലും ഒരു കാരണം അമ്മ എനിക്കിത് കാണിച്ചു തരണം എനിക്ക്, അല്ലാതെ ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ഞാൻ ഉറങ്ങത്തില്ല. ഇന്ന് എൻ്റെ കൂടെ വരുന്ന വേറൊരു കുട്ടിയും കൂടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അവർക്കും ഞാൻ മറുപടി കൊടുക്കണം, നാളെ എനിക്കിവിടെ വന്നേ പറ്റത്തുള്ളൂ. എന്താണെന്ന് വെച്ചാൽ അമ്മ തീരുമാനിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ വീണ്ടും എൻ്റെ കുടുംബ പ്രാർത്ഥനയും തുടങ്ങി. കുടുംബ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് 9 മണിയായി. ഞാൻ വീണ്ടും ഇവനെ വിളിച്ചപ്പോഴത്തേക്കും അവൻ പറഞ്ഞു, ആ കുഴപ്പമില്ല, ഇച്ചിരി ആശ്വാസമുണ്ട്. ഞാൻ പറഞ്ഞു ശരി, എന്നാൽ നീ കിടന്നുറങ്ങിക്കോ, രാവിലെ ഞാൻ 5 മണിക്ക് തന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഞാൻ 4 മണിയായപ്പോൾ എഴുന്നേറ്റ് എൻ്റെ കാര്യങ്ങളെല്ലാം ഒതുക്കിയിട്ട് 5 മണിക്ക് വിളിച്ചപ്പോൾ ഇവൻ നല്ല ഉറക്കമാണ്. ഞാനങ്ങനെ എൻ്റെ മൂത്ത ആങ്ങളയോട് ഞാൻ പറഞ്ഞു, അവനെ വിളിച്ചിട്ട് പറ എഴുന്നേൽക്കാൻ പറ. അങ്ങനെ എഴുന്നേറ്റപ്പോൾ പറഞ്ഞു ഓക്കെ ആണെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ റെഡിയായി ഇവിടം വരെ വന്നെത്തി. ഇന്ന് ഈ സാക്ഷ്യങ്ങൾ പറയാൻ സഹായിച്ച അമ്മമാതാൻ യേശുപ്പച്ചനും 1 കോടി പ്രണാമം. 3.5 ലക്ഷം രൂപയാണ് ടിക്കറ്റ് ബിസൈഡത് കൊടുത്തിരിക്കുന്നത്. 1.25 ലക്ഷം രൂപ ടിക്കറ്റിൻ്റെതാണ്. ഈ ടിക്കറ്റിൻ്റെ പൈസയും ഫുഡും അക്കോമഡേഷനും എല്ലാം അവന് ഫ്രീ ആണ്. ടിക്കറ്റിൻ്റെ പൈസ 3 മാസത്തെ സാലറി കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ കൂടെ അത് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഇത്രയൊക്കെ ചെയ്തു തന്ന അമ്മമാതാൻ യേശുപ്പച്ചനും 1 കോടി പ്രണാമം, നന്ദി പറയുന്നു. അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ ഉയർത്തും, കേടുപാടുകൾ തീർത്ത് വീണ്ടും അതിനെ പഴയ കാലത്തെന്ന പോലെ പണിതുയർത്തും. തനിക്ക് എങ്ങനെ നഷ്ടപ്പെട്ടു പോയ തൻ്റെ പല അവസരങ്ങൾ അത് പിന്നീട് ഇന്നിപ്പോൾ ഒരു പുതിയ കമ്പനിയിൽ ഫുഡും അക്കോമഡേഷനും അതുപോലെ റീഫണ്ടും ഒക്കെ ആയിട്ട് തനിക്ക് ജോലി സാധ്യത തെളിഞ്ഞതിൻ്റെയും താൻ മെയ് 20-ാം തീയതി താൻ USA പോകുന്നതിൻ്റെയും ഒക്കെ സാക്ഷ്യമാണ് നാം ഇവിടെ കേട്ടത്. സാക്ഷ്യങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, എന്നാൽ അത് പറയുമ്പോൾ നാം ദൈവത്തെയാണ് മഹത്വപ്പെടുത്തുക. ദൈവം നമ്മെ നടത്തിയ ആ വഴികൾ നമ്മുടെ സാക്ഷ്യത്തിലൂടെ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ അതൊരു അനുഭവമാകണം. അതാണ് സാക്ഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ പറഞ്ഞത് കൊണ്ടായില്ല. നമ്മളെ എങ്ങനെ ഉടമ്പടി ജീവിതം നമ്മെ എങ്ങനെ മുമ്പോട്ട് നയിച്ചു, ആ ഉടമ്പടി ജീവിതത്തിലൂടെ തന്നെ നമുക്ക് കിട്ടിയ കൃപയാകുമ്പോൾ അതങ്ങനെ നാം സാക്ഷ്യം പറയണം. അങ്ങനെയുള്ള സാക്ഷ്യങ്ങളാണ് തീർച്ചയായും നമ്മുടെ ഒരു സാക്ഷ്യം കേട്ടിട്ടാകണം ഇതേപോലെ വേദനിക്കുന്ന അല്ലെങ്കിൽ ഇതേപോലെ വിഷമിക്കുന്ന ആരെങ്കിലുമൊക്കെ അവർക്കൊരു ബോധ്യങ്ങൾ ഉണ്ടാവുക. അതുകൊണ്ട് ഓരോ സാക്ഷ്യവും വളരെ കൃത്യതയോടും വ്യക്തതയോടും കൂടെ പറയുമ്പോൾ തീർച്ചയായും ദൈവനാമമാണ് മഹത്വപ്പെടുക. നമുക്ക് ഈ മകനെ ഇന്ന് ഈ നിലയിൽ ഇവിടെ എത്തിച്ച് തൻ്റെ ജീവിതത്തിന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാക്കിയും അതുപോലെ തന്നെ തൻ്റെ സഹോദരിയുടെ ഒരു പെട്ടെന്ന് കിട്ടിയ ഒരു സൗഖ്യ അനുഭവം ഇവിടെ പങ്കുവെച്ചു. ആ മകളുടെ 3ാമത്തെ സാക്ഷ്യമാണെന്ന് നമ്മോട് പങ്കുവെച്ചത്. അപ്പോൾ തീർച്ചയായും ഉടമ്പടി എടുത്ത് ജീവിക്കുന്ന ഈ മകൾക്കും അതുപോലെ തൻ്റെ ഉടമ്പടി ജീവിതത്തിൽ കൂടുതൽ നന്മകൾ ചെയ്യുവാൻ ഇനിയും ഈ മകനും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ സാക്ഷ്യം സമർപ്പിക്കാം. കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.